സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. ഈ ലോകമെന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണ്. പ്രാരംഭരാത്രി മുതൽ അത് പാലിപ്പാൻ കർത്താവ് അവസരത്തെ നൽകി തന്നു. കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അതുപോലെ പാസ്റ്റർ ജോൺ കെ മാത്യു, പാസ്റ്റർ ഷിബു തോമസ്, രാവിലെ സങ്കീർത്തനത്തിൽ നിന്ന് പാസ്റ്റർ ഡാനിയൽ ഷാമൽ, ജോർജ് പിടിച്ചാൻ, പ്രിയപ്പെട്ടവരെ എല്ലാവരും ദൈവ വചനത്തിൽ നിന്ന് കേൾപ്പാൻ കഴിയുക. ആദ്യത്തെ രാത്രിയിൽ തന്നെ 1 മണിക്കൂറിൽ അധികമായി കർത്താവിന്റെ വചനം നാം കേട്ടു. അടുത്ത രാത്രിയിൽ ഏകദേശം 1.5 മണിക്കൂറോളം ദൈവത്തിന്റെ വചനം കേൾപ്പാൻ കഴിയായി. ഇന്ന് രാവിലെ 1 മണിക്കൂറിലധികം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ ദൈവം അവസരം തന്നു. അത് ഒരു മഹാഭാഗ്യമാണ്. ആരാധന എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി പ്രിയപ്പെട്ടവർ ആരാധനയിൽ നമ്മെ ലീഡ് ചെയ്തു. ഞാൻ പറയുന്നത്, ഈ ആരാധന എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, പരാജയപ്പെട്ടവരുടെ നിലവിളിയല്ല, ജയിച്ചവരുടെ സംഗീതമാണ്, ജയിച്ചവരുടെ ഉല്ലാസമാണ്, ജയിച്ചവരുടെ ഉത്സവമാണ് ഈ ആരാധന. വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുപ്പാൻ ദൈവം തരട്ടെ. ഞാൻ കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നേരിട്ട് 1-2 അനൗൺസ്മെന്റ് ഇവിടെ ഓർമ്മിക്കുന്നു. അടുത്ത വർഷം ഇതുപോലെ നാം ഒരുമിച്ച് കൂടി വരും. സെപ്റ്റംബർ മാസം 2 മുതൽ 4 വരെ 2016 കർത്താവിന്റെ ദാസന്മാർ സഭകൾ അത് നോട്ട് ചെയ്യണം. IPC മിഡ്വെസ്റ്റ് റീജിയന്റെ കോൺഫറൻസ് ഡാളസിൽ വെച്ച് അത് നടക്കുന്നതാണ്. അടുത്ത ലേബർ ഡേ വീക്കെൻഡ് അന്ന് നമ്മുടെ സഭകളിൽ പ്രത്യേക പ്രോഗ്രാമുകൾ ക്രമീകരിക്കരുത്. ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ച് ആ കാര്യങ്ങൾ ഈ പ്രാവശ്യത്തിൽ അറിയാതെ ചില ക്രമീകരണങ്ങൾ മറ്റ് സഭകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷത്തെ കോൺഫറൻസിൽ അത് വരാതിരിക്കാൻ ഇപ്പോഴേ അനൗൺസ് ചെയ്യുന്നു. അടുത്ത ലേബർ ഡേ വീക്കെൻഡ് സെപ്റ്റംബർ 2 മുതൽ 6 വരെ നമ്മുടെ IPC മിഡ്വെസ്റ്റ് റീജിയന്റെ കോൺഫറൻസ് ഡാളസിൽ വെച്ച് നടക്കുന്നതാണ്. IPC ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് നവംബർ മാസം 13, 14, 15 തീയതികളിൽ ഇവിടെ വെച്ച് നടക്കും. ചുമതലപ്പെട്ടവർ പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, പാട്ടുകളിലൂടെ ഒക്കെ എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. ഇത് പ്രാരംഭം മുതൽ എത്ര മനോഹരമായ പാട്ട്, ഒരു സീറ്റാണ് അടിച്ച പ്രിയപ്പെട്ടവർ കൊണ്ടുവന്ന്. അതിന്റെ പുറകിലൊക്കെ അധ്വാനിച്ചവർ KV വർഗീസ്, പ്രിയ ജോയ് തുമ്പമണ്ഡൽ, KCJ, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ മേശ കാര്യട്ടെ. ഇതൊരു സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞാൽ 2 തരം. ഞാൻ സഭകളിൽ കർത്താവിന്റെ മേശയെ പറ്റി പറയുമ്പോൾ പറയും 2 തരത്തിലുള്ള സെലിബ്രേഷൻ. ഒന്ന്, ക്രിസ്തു നമുക്ക് തന്ന ജയിച്ച ക്രിസ്തുവിന്റെ സെലിബ്രേഷൻ. രണ്ടാമത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പരാജയപ്പെട്ട പിശാച്. അവൻ ശത്രു പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം ഉളവാക്കുന്നുണ്ട്. അതാണ് കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായ ദൈവത്തിൽ ശുശ്രൂഷിച്ചു. ഈ ദൈവഭൃത്യനെ നമ്മുടെ മധ്യയെ സർവശക്തനായ ദൈവമാണ് അയച്ചത് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ പാസ്റ്റർ തോമസ് ഫിലിപ്പിനല്ല, അദ്ദേഹത്തെ അയച്ച ദൈവത്തിന് കരങ്ങൾ അടിച്ചത് മഹത്വപ്പെടുന്നു. ദൈവം ആ പ്രവൃത്തി ചെയ്തവർക്ക് ദൈവത്തിന് സ്വാഗതം. കർത്താവിന്റെ മേശയിലേക്ക് നാം പ്രവേശിക്കും. കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ ഇവിടെ വായിക്കുന്നു. ഒക്ലഹോമ സിറ്റിയിൽ നിന്നുള്ള ദൈവദാസന്മാർ പാട്ടിനായി തയ്യാറായി മുൻപിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവർക്കായി കർത്താവിന് സ്വാഗതം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ കളിക്കുന്ന പശുഭസ്മവും ജഡീയ ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതിന്റെ ലാസ്റ്റ് വാക്യം, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനുമാകുന്നു. ഇന്ന് രാവിലെ ചുരുക്കം വാക്കുകൾ ഞാൻ ഓർമ്മിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു കാൽവരി ക്രൂശിൽ
മരിച്ചത് നിമിത്തം, അവൻ റാൻസമായിട്ട് നമുക്ക് വേണ്ടി വില കൊടുത്തത് നിമിത്തം ബന്ധിക്കപ്പെട്ടിരുന്നവരായ നമ്മെ, ഒന്നാമത് അടിമകളായിരുന്ന നമ്മെ അവൻ സ്വതന്ത്രരാക്കി. മാത്രമല്ല, നൂറ്റാണ്ടുകളായിട്ട് ന്യായപ്രമാണം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത്, നൂറ്റാണ്ടുകളായി, ശ്രദ്ധിക്കണേ, നൂറ്റാണ്ടുകളായി ന്യായപ്രമാണം ചെയ്യുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് കാൽവരി ക്രൂശിൽ ഒരു ദിവസം കൊണ്ട് എന്റെ കർത്താവ് സാധിപ്പിച്ചെടുത്തു. മൂന്നാമത്, നൂറ്റാണ്ടുകളായി ജഡിക ശുദ്ധി വരുത്തുവാനായി ഉപയോഗിച്ചത് കാൽവരി ക്രൂശിന്റെ രക്തം കൊണ്ട് പുറത്തുനിന്ന് മാത്രമല്ല, അകത്ത മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതാണ് യേശുവിന്റെ രക്തം. മാത്രമല്ല, അയോഗ്യരായി നരകം 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 ശിക്ഷാവധി 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 എന്ന് എഴുതി തള്ളിയ നമ്മെ നിത്യ അവകാശത്തിന്റെ ഓഹരിയാക്കി തീർത്തത് ഈ നിത്യ നിയമത്തിന്റെ രക്തമാണ്. അതാണ് ഇന്ന് രാവിലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ആ ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ ലംഘനങ്ങൾ, ആ അടിമത്വത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് കർത്താവായ യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കാൻ അത് വിലയുള്ളതായിരുന്നു. അതൊരു സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ആയിരുന്നു. നമുക്ക് പകരം അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്ന് രാവിലെ ഈ മേശയുടെ അടുക്കലേക്ക് നാം കടന്നു വരുമ്പോൾ സാധാരണ എടുക്കുന്ന ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ എല്ലാ ആരാധനയിലും നടക്കുമ്പോ ചിലയിടങ്ങളിൽ ചിലർ പറയാറുണ്ട്, പുറമേ ഉള്ളതൊന്നും ഒരു വിലയല്ല പാസ്റ്ററെ, എങ്ങനെങ്കിലും എടുത്താൽ മതി. ഇല്ലില്ലില്ല, ഇതിന് വിലയില്ലായിരിക്കാം, ഈ ബ്രെഡിന് വിലയില്ലായിരിക്കാം, ഈ മീനിന് വിലയില്ലായിരിക്കാം. എന്നാൽ ഇത് നമ്മുടെ അടുക്കലേക്ക് ഈ ബ്രെഡ് എടുത്ത് നാം വായിലേക്ക് വെക്കുമ്പോ നാം പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായിട്ടുണ്ട്. തകർന്ന ആ ശരീരം അതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന അനുഗ്രഹം എത്രമാത്രമാണെന്ന് ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ അപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ കപ്പെടുത്ത് നമ്മുടെ ചുണ്ടിന്മേൽ നമ്മൾ അമർത്തുമ്പോ നാം പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിലൂടെ ഞാൻ പ്രാപിച്ച അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മാത്രമേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് കുടിപ്പാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ അനുഗ്രഹമാത്രം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ഇടലിൽ നിന്ന ലാഘവത്തോടെ ഈ മേശയുടെ അടുക്കിലേക്ക് ആരും വരരുത്. ഒരല്പ ഗ്രേപ്പ് ജ്യൂസ് ഔട്ട്സൈഡിൽ കുടിക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ ഇതിന്റെ അടുക്കിലേക്ക് വരരുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നത്താൻ ശോധന ചെയ്തിട്ട് വേണം ഒരുവൻ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യും. ഇന്ന് രാവിലെ കാൽവരി ക്രൂശിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, അവന്റെ കൽപ്പനയനുസരിച്ച് അവന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിപ്പാൻ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് പ്രിയപ്പെട്ടവർ, പരസ്പരം സ്നേഹത്തിൽ കൈയില്ലാതെ നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന ചിന്തയോടെ ആ ക്രിസ്തീയ കൂട്ടായ്മയുടെ അർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ, നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ബോധ്യത്തോടെ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിപ്പാൻ ആഗ്രഹത്തോടെ ദൈവസഭയിൽ സമർപ്പിക്കുന്ന ദൈവമക്കൾ, അവർക്കായിട്ടാണ് ഈ മേശയിൽ രാവിലെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്ഥിതികളിൽ നിന്നും പല സഭകളിൽ നാം കടന്നു വന്നവരാണ്. നിങ്ങളുടെ ലോക്കൽ സഭയിൽ നിങ്ങൾ ആരാധനയിൽ കൊടുക്കും. കർത്തമേശയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ദയവായിട്ട് ഇന്നും എടുക്കാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉറപ്പ്. മറ്റ് സഹോദരങ്ങളെയോ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളെയോ അംഗീകരിക്കാത്ത പ്രിയപ്പെട്ടവർ ആരും തന്നെ ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് ഇന്ന് രാവിലെ ഭാഗമാക്കാൻ തീരരുത്. നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ ഇന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിക്കാം, പെർഫെക്റ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ മേശ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ തികഞ്ഞവരാകാനുള്ള ആഗ്രഹത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിതങ്ങളെ ക്രമീകരിച്ച് ജീവിക്കുന്നവർക്കായിട്ടാണ് ഈ മേശ ഇന്ന് രാവിലെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് ദൈവം എല്ലാവരും കാൽവരി ക്രൂശിനെ ഒരു നിമിഷം ചെയ്യാൻ എത്ര വിലയേറിയ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നത്. കർത്താവിന്റെ ദാസന്മാരുടെ ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊരിക്കൽ യോഗ്യരല്ലായിരുന്നു. എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിരിക്കരുത്. ആരും അങ്ങനെ ഇരിക്കാനുള്ള അവസരമല്ല ഇത്. നമ്മുടെ ഹൃദയം നിറയട്ടെ, നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, നമ്മുടെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയുള്ള ആഴത്തിലേക്ക് ഇന്ന് രാവിലെ കടന്നു വരുന്ന ഒരു അനുഭവമായി നമ്മൾ മാറ്റപ്പെടുമാറാകട്ടെ.
കർത്താവ് എനിക്ക് അനുഭവം തന്നതോർത്ത് ഞാൻ അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയോട് അടുക്കുന്നതിന് എന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റി നിർത്തുന്ന ഏതെങ്കിലും ഒരു ബ്ലമിഷ്, ഒരു സ്പോട്ട് എന്റെ ജീവിതം ഉണ്ടെങ്കിൽ അപ്പച്ച അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഒരിക്കൽ കൂടെ കഴുകി അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കുന്നു. ഇവിടെ ദൈവദാസന്മാർക്കുള്ള ഒരു പാട്ടിന് നേതൃത്വം കൊടുക്കും. ആ സമയത്ത് എന്നെ ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരും മുൻപോട്ട് കടന്നു വരികയും നാം ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളായി തീരുകയും ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണം സ്വർഗീയ പിതാവേ. എല്ലാവരും കാൽവരി ക്രൂശിനെ ധ്യാനിച്ച് ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ തന്നെയായിരിക്കുന്നു. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങളിലൂടെ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിലെ 51 മുതലുള്ള വാക്യങ്ങൾ പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ ഇപ്പോൾ വായിക്കും. സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് അതിന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവനെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഞാൻ ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. നാം അനുഷ്ഠിക്കുന്ന ഈ ടേബിൾ ജീവന്റെ ടേബിളാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവൻ കൊണ്ടുവരുന്ന ടേബിളാണ് ഇന്ന് രാവിലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമതവിടെ പറഞ്ഞിരിക്കുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് കൂട്ടായ്മയുടെ ടേബിളാണ്. നമ്മുടെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ടേബിളാണ് ഇന്ന് രാവിലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്ന് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലിയെന്ന്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം
എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതെ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയില്ല. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാൻ, പാലം ചെയ്യുകയും ചെയ്യുന്നു. ഒരു നിമിഷമെടുത്ത് നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കുക. അടുത്തിരിക്കുന്ന ആളിനെ ശോധന ചെയ്യുവാനായിട്ടുള്ള ദൈവത്തിന്റെ വചനം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ഈ അപ്പത്തിനായി ഞങ്ങളെ നിരപ്പിക്കേണ്ടതിന് അങ്ങയുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതോർത്ത് വലിയ ദാനത്തിനായി ഒരു ക്രൂശില ശരീരം ഞങ്ങളെ അങ്ങയിൽ ആദ്യത്തെ യാഗമോർത്ത് ഞങ്ങൾ സ്തോത്രം. ഈ അപ്പത്തിനായി സ്തോത്രം. ഈ അപ്പത്തെ നിങ്ങൾ ഭക്ഷിക്കുന്നു. വലിയ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് മാത്രം ഭക്ഷിക്കാം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും എന്നവൻ അപേക്ഷിക്കുന്നു. ഈ ആരാധനയുടെ മധ്യേ നാം നൽകുന്ന ഈ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ഒന്നാകെയുണ്ട്, പലരായ നാമം നമ്മുടെ കർത്താവായ യേശുവിൽ ഒന്നാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദിവ്യ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുക. കുരിശു ചുമന്നവൻ ഗിരിമുഖേറി, കുരിശു ചുമന്നവൻ ഗിരിമുഖേറി, വീഴ്ച കൈകാലേ അതിന്മേൽ, കുരിശു ചുമന്നവൻ ഗിരിമുഖേറി, വീഴ്ച ചരികിരും പാടികൾ പരമതിനാ
അങ്ങയോട് ഞങ്ങളെ നിരപ്പിക്കേണ്ടതിന് അങ്ങയുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതോർത്ത് സ്തോത്രം. യേശുവേ, എന്ന വലിയ ദാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കാൽവരി ക്രൂശിൽ ആ ശരീരം തകർക്കപ്പെട്ടു. ഞങ്ങളെ അങ്ങയിൽ ധന്യരാക്കുന്നു. ആദ്യത്തെ യാഗമോർത്ത് ഞങ്ങൾ സ്തോത്രം. ഈ അപ്പത്തിനായി സ്തോത്രം. കർത്താവേ, ഈ അപ്പത്തെ ഞങ്ങളുടെ കരങ്ങളിലെടുത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. ഈ അപ്പത്തിൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ വലിയ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് മാത്രം ഭക്ഷിക്കാം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദിവ്യ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് praise the Lord, praise the Lord, praise the Lord. ഇത് വാങ്ങി ഭക്ഷിച്ചു കൊള്ളുക. കുരിശു ചുമന്നവൻ ഗിരിമുഖേറി, കുരിശു ചുമന്നവൻ ഗിരിമുഖേറി, കുരിശു
ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ ആ ശരീരം തകർക്കപ്പെട്ടു. ആമേൻ. ഞങ്ങളെ അങ്ങയിൽ ധന്യരാക്കി. ആമേൻ. ആദ്യത്തെ യാഗമോർത്ത് ഞങ്ങൾ സ്തോത്രം. സ്തോത്രം. ഈ അപ്പത്തിനായി സ്തോത്രം. സ്തോത്രം. കർത്താവേ, ഈ അപ്പത്തെ കരത്തിലെടുത്ത് ഞങ്ങൾ കരത്തിലിരിച്ചു. ആമേൻ. ഈ അപ്പത്തിൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആമേൻ. വലിയ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് മാത്രം ഭക്ഷിക്കാം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, കാണിച്ചു കൊടുത്ത അവൻ അപ്പം എടുത്തു. സ്തോത്രം, 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 പറഞ്ഞതുപോലെ പലരും കപ്പ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ ശുദ്ധിക്കായി ചൊരിയപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ പുണ്യാഹ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇത്
ചെയ്യും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഇതെത്ര ഭാഗ്യം! ആമേൻ. ഈ മേശയിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ നമ്മൾ ഓഹരിക്കാരായി എന്ന് പറയുന്നത് ആമേൻ. സ്തോത്രം. എത്ര ധന്യമായ കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചോദിച്ചാലും മനസ്സിലാകാത്ത നിലയില് നമ്മുടെ കർത്താവിനോടുള്ള കൂട്ടായ്മ, തന്റെ വിശുദ്ധന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്റെ കൃപയാൽ വിലയേറിയ ഈ രക്ഷ. ഹല്ലേലൂയ. എന്നാൽ ഇത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഈ പദവി നമുക്ക് ലഭിച്ചത് ദൈവത്തിന്റെ കൃപയാൽ ഈ രക്ഷയുടെ വഴി നമുക്ക് തുറക്കപ്പെട്ടതുകൊണ്ട്. ആമേൻ. സ്തോത്രം. ഇതറിയാതെ അനേകർ ഈ സിറ്റിയിലുണ്ട്, ഈ രാജ്യത്തുണ്ട്, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുണ്ട്, കൂടെ പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവരോട് ഈ മർമ്മം അറിയിപ്പാൻ, ഈ ക്രൂശിന്റെ സുവിശേഷം അറിയിപ്പാൻ നമ്മുടെ കർത്താവ് മറ്റാരെയും അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇതിൽ ഭാഗവാക്കുകളായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു സുവിശേഷകരായിട്ട് ദൈവം വിളിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. ആമേൻ. ഈ ഹോള് വിട്ട് പുറത്തു പോയാൽ സുവിശേഷകരായി നിലനിൽപ്പാൻ, ആ വിളിയെ ഓർക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഭാഗവാക്കുകളായി തീരാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് സഹോദരങ്ങളോടോ സഹോദരിമാരോടോ പ്രിയപ്പെട്ടവരോടോ ഉള്ള കയ്പോ ബുദ്ധിമുട്ടോ പ്രയാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി നാളിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് വരാൻ സമയമായി. സഹോദരങ്ങൾ സഹോദരിമാർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യത കുറവായതുകൊണ്ട് ഈ ആരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ വരുത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടച്ചൊരിക്കൽ കൂടെ സ്തോത്രം ചെയ്യും. ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിദാസൻ പാസ്റ്റർ തോമസ് ജോർജ് ഇപ്പോൾ പരസ്യമായി സ്നേഹമേറി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ സിറ്റികളിൽ നിന്നും സഭകളിൽ നിന്നുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ സന്തോഷിപ്പാൻ, ആരാധിപ്പാൻ, ഈ തിരുവേശിയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് കൃപ നൽകിയതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുശരീരം ഞങ്ങൾക്കായി തകർക്കപ്പെട്ട് നൽകി തന്ന പുതിയ വഴിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവൻ നൽകുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകിയതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ കർത്താവേ, നിന്റെ ദാസനെ ശുശ്രൂഷിപ്പാനായിട്ട് അവിടുന്ന് അഭിഷേകം ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് പ്രത്യാശ വർദ്ധിക്കുന്നതിന്, സൗഖ്യത്തിനായിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമാക്കിയതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചിട്ടും ആർക്കെങ്കിലും കഴിയാതെ പോയെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ അടുത്ത ഒരു ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പായിട്ട് കർത്താവെ ചെയ്യുവാനും അതിനായി ഒരുങ്ങുവാനും എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്വം അങ്ങ് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിപ്പുണ്ടല്ലോ. ഞങ്ങളുടെ പട്ടണങ്ങളില് അനേകത്തിന്റെ യോഗരക്കാരായി തീരുവാനുണ്ട്. അങ്ങനെയുള്ളവരോട് ഈ സത്യം അറിയിക്കുവാനും അനേകർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുവാനും കർത്താവിടെ ആക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ആ പന്തി ഭോജനത്തിന്റെ വാഗ്ദത്തത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ പ്രത്യേക നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന് നൽകുന്നു, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നൽകി ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. ഒരുമിച്ച് എഴുന്നേറ്റ് നൽകി പ്രത്യാശയുടെ ഒരു പാട്ട് പാടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം വന്ദനം ചെയ്യുകയും കർത്താവിന്റെ നാമത്തിൽ വിശുദ്ധ ചുമനത്താൽ സഹോദരന്മാർ സഹോദരിമാർ തമ്മിൽ വിശുദ്ധ ചുമനം ചെയ്ത് ദൈവത്തെ മുഖത്തപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേറ്റ് പ്രത്യാശയുടെ Hallelujah.
അസ്വസ്ഥത തീരുവാൻ കാലമായി. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ഒക്കെ തീരുവാൻ കാലമായി. ലോകം നിരാശയോടുകൂടെ പരിഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരുമനാഥൻ വാദിക്കലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ നീ വേഗം വരണമേ. കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, യാത്രമറച്ചിലില്ലാത്ത, ശവമടക്കമില്ലാത്ത ഒരു പുതിയ പുലരി നമ്മുടെ മുമ്പിലുണ്ട് എന്നോർത്ത്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവ് ഉറപ്പുള്ളവരും കുലിക്കാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായിരിക്കാൻ കർത്താവ് നമുക്കിടയാക്കി തീർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ രാജ്ഞിയോട് കൊണ്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിക്കും. Father, we praise you, Jesus. Hallelujah. Hallelujah, hallelujah, hallelujah. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, നല്ല കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് കടന്നു വന്ന് നിന്നെ ആരാധിപ്പാനും നിന്നെ അപേക്ഷിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനും ഒരു പുതുക്കപ്പെട്ട അനുഭവത്തോടെ നമുക്ക് കാലം യേശുവിന്റെ വരവിനായി ഒരുക്കുവാനും വരും ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉപയോഗിക്കുവാനാകട്ടെ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് വാഞ്ചനായി സ്തോത്രം. കർത്താവേ, നിന്റെ നീ അനുഗ്രഹത്തോട് നീ പറഞ്ഞേക്കണം. മാനമൊത്തം കെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം നാമത്തിൽ ഇവയെ താഴ്മയായി അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും സർവവിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.